കേരളത്തില് എല്ലാവരും സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദത്തെ തള്ളു സംവാദം എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പോ കേരളത്തില് ഒരു എയിംസ് വരുത്താൻ ഈ സുരേഷ് ഗോപി തന്നെ വേണ്ടി വന്നു. മാത്രമല്ല, കേരളത്തിന്റെ എയിംസ് എന്നുള്ള സ്വപ്നത്തിന് ഇത്രയും നാള് തടസ്സം നിന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുകൂടി തെളിഞ്ഞിരിക്കുന്നു. നമസ്കാരം. അപ്പോ ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതുവരെ കേരളത്തിലുള്ളവര് ഒരു മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ വായിൽ നിന്നോ എയിംസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഈ കലുങ്ക് സംവാദം വന്നതിന് ശേഷമാണല്ലോ ഈ എയിംസ് എന്നുള്ള ചർച്ചാ വിഷയമായിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു ചർച്ച കേരളത്തിൽ കൊണ്ടുവരാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നു ആ വിഷയത്തിൽ. ഇനി പ്രത്യേകമായിട്ട് ഒരു മറുപടി കൂടി കൊടുക്കണം. മറുപടി കൊടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. കാരണം ഈ ഗീർവാണം മാത്രം മുഴക്കുന്ന CPM-കാർക്ക് മറുപടി കൊടുക്കേണ്ട അത്യാവശ്യം തന്നെയാണല്ലോ. അതായത് ഇന്നലെ ആലപ്പുഴ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് എയിംസ് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്രക്കുറിപ്പിലൂടെ അറിയിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഞാൻ പറയുന്നു, നിങ്ങളുടെ അടുത്ത് ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞിരുന്നു. ഇന്നും മുഖ്യമന്ത്രിയോട് തന്നെ പോയി ചോദിച്ചോളൂ. കാരണം ഇതുപോലെ ചർച്ച നടന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് എയിംസിനെ കുറിച്ചുള്ള റിപ്പോർട്ടും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിന് തടസ്സം നിന്നത് ആരാണ് എന്നുള്ളത് കൂടി, ആരുടെ ദുർവാശിയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കണം. അതായത് കേരളത്തിൽ നിന്ന് 2 തവണ റിപ്പോർട്ട് പോയിട്ടുണ്ട്. ഒന്നാമത്തെ തവണ റിപ്പോർട്ട് പോയപ്പോ ആകെ കോഴിക്കോടിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ മുഖ്യമന്ത്രി റിപ്പോർട്ട് അയച്ചത്. അപ്പോൾ കേന്ദ്ര മന്ത്രാലയം പറഞ്ഞു, നിങ്ങൾ 3 ജില്ലകളെങ്കിലും ഉൾപ്പെടുത്തി തന്നെ ആ റിപ്പോർട്ട് അയക്കണം, എന്നാൽ മാത്രമേ കേന്ദ്രത്തിന് പരിഗണിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു മറുപടി കൊടുത്തു. അതിനുശേഷം വീണ്ടും പിണറായി സർക്കാർ ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിൽ കോട്ടയം, ട്രിവാൻഡ്രം, കോഴിക്കോട് എന്നീ ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കേന്ദ്രത്തിൽ നിന്ന് പോരാനുള്ളതെല്ലാം ഇങ്ങോട്ട് പോന്നോട്ടെ, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരു ഭാവം നടപ്പിലാവില്ല. കാരണം ഇത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സമന്വയത്തിലൂടെ തീരുമാനിക്കേണ്ടതാണ്. കാരണം അവര് ജയിച്ചു വന്ന ഒരു സർക്കാരാണ്, കേരളത്തിലുള്ളതും ജയിച്ചു വന്ന സർക്കാരാണ്. അവരാണ് ഈ പദ്ധതി കേരളത്തിന് അനുവദിക്കുന്നത്. അപ്പോൾ അത് ഔദാര്യമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്കും അവരുടേതായിട്ടുള്ള അജണ്ടകളും ആഗ്രഹങ്ങളും ഉണ്ടാവും, എവിടെ എയിംസ് വരണം എന്നുള്ളത്. അതിന് ആദ്യം സമന്വയമാണ് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് കേരളത്തിലെ ഒരു മന്ത്രി, CPM-ന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരു മന്ത്രി എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി കൂടി നടത്തി. അതായത് ഇങ്ങനെ എയിംസ് തരാൻ റെഡിയാണ് എന്ന് ഇന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നാളെ രാവിലെ 11 മണിക്കുള്ളിൽ സ്ഥലം കാണിച്ചു കൊടുത്തിരിക്കും എന്നുള്ള ഒരു വെല്ലുവിളി. ആദ്യം തന്നെ നിങ്ങൾ എവിടെ എന്നുള്ളത് കൂടി പറയൂ. ആലപ്പുഴ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? കേന്ദ്രത്തിന് ആലപ്പുഴയാണ് താല്പര്യമെങ്കിൽ സുരേഷ് ഗോപി ഉദയ സ്റ്റുഡിയോയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് നൽകാൻ തയ്യാറാണോ എന്നുള്ളത് കൂടി പറഞ്ഞോളൂ. എന്നിട്ട് 3 ജില്ലകളിൽ ആലപ്പുഴ കൂടി ഉൾപ്പെടുത്തി ഒരു റിപ്പോർട്ട് കൊടുത്തു നോക്കൂ. എയിംസ് തീർച്ചയായും വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാധ്യമങ്ങളെല്ലാം ഇന്നലെ ചർച്ചാ വിഷയമാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത്, BJP നേതാക്കൾക്കിടയിൽ തന്നെ തമ്മിത്തല്ല് എയിംസ് വിഷയവുമായി ബന്ധപ്പെട്ട്. ഈ വിഷയം വരുമ്പോൾ ഏത് നേതാക്കളാണെങ്കിലും അവരുടെ പ്രാദേശിക ആ ഘടകങ്ങൾ കണക്കിലെടുത്ത് അവരുടെ നാട്ടിൽ വികസനം വരണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കും. അത് സ്വാഭാവികമാണ്. ഇന്ന് എല്ലാ പാർട്ടികളിലും ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ടായി. വേണുഗോപാൽ എന്ന് പറയുന്നു, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നു. അപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ആദ്യം ഞാൻ പറയാം. അതായത് കാസർഗോഡ് എയിംസ് വരും എന്നുള്ള ഉറപ്പ് BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നൽകുകയാണെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ 1 പവന്റെ മോതിരം കൊടുക്കും എന്നുള്ളതാണ് വെല്ലുവിളി. എനിക്ക് ആദ്യം പറയാനുള്ളത്, അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ. അതായത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു യോഗം എല്ലാ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പേ MP-മാരായിട്ട് നടക്കാറുണ്ട്. പാർലമെന്റിൽ എന്തൊക്കെ ഉന്നയിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ MP എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ജയിച്ചിട്ടുണ്ടാവുമല്ലോ, കാസർഗോഡ് കേരളത്തിൽ നിന്നൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ച് കിട്ടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു സർക്കാർ, കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റും ഭരിച്ചിട്ടുണ്ട്, ഏതെങ്കിലും മുന്നണി കാസർഗോഡിന് ഒരു മെഡിക്കൽ കോളേജ് നൽകിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, അതായത് 200 ബെഡുകൾ ആക്കി മാറ്റിക്കൊണ്ട് ജില്ലാ ആശുപത്രികൾ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികൾ മെഡിക്കൽ കോളേജ് ആക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക സംവിധാനം ഉണ്ടല്ലോ, അതുവഴി ചെയ്തിട്ടുണ്ടോ? ഇനി ടാറ്റ കോവിഡ് കാലത്ത് ഒരു ആശുപത്രി തന്നല്ലോ, ആ ആശുപത്രിയുടെ അവസ്ഥ ഇപ്പൊ എന്താണ്? ഇതൊക്കെയാണ് എനിക്ക് രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കാനുള്ളത്. ഇനി KC വേണുഗോപാൽ പറഞ്ഞു, 11 വർഷമായി ഇത് പാർലമെന്റിൽ ഞാൻ ഉന്നയിക്കുന്നു, 11 വർഷമായി തരാമെന്ന് നദ്ദ പറഞ്ഞിരിക്കുന്നു.
എന്നിട്ട് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 11 വർഷമായിട്ട് പറ്റിക്കുകയായിരുന്നോ, അതോ കേരളത്തിലെ ഈ മുഖ്യമന്ത്രിയുടെ ദുർവാശി കൊണ്ടാണോ എയിംസ് ഇവിടെ കേരളത്തിൽ വരാത്തത് എന്നുള്ളത് കൂടി ആദ്യം KC വേണുഗോപാൽ പോയി അന്വേഷിക്കണം. മാത്രമല്ല 65 കൊല്ലം പറഞ്ഞു പറ്റിച്ചല്ലോ ഇന്ത്യയെ. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പദ്ധതിയായിരുന്നു ഈ എയിംസ് എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യം ഡൽഹിയിൽ എയിംസ് സ്ഥാപിച്ചു. അതിനുശേഷം എത്ര വർഷം കോൺഗ്രസ് ഭരിച്ചു? ആ സമയത്തൊന്നും ഇതുവരെ ഈ കേരളത്തിന് ഒരു എയിംസ് അനുവദിക്കാൻ കോൺഗ്രസ് സർക്കാരിന് സാധിച്ചില്ലല്ലോ. എന്നിട്ടാണ് മോദിയുടെ ഈ 11 വർഷം കാണിച്ചുള്ള താങ്കളുടെ ഗീർവാണം എന്ന് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, എല്ലാ പാർട്ടിക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നു എയിംസ് കേരളത്തിൽ വേണം. അതെവിടെ വേണം എന്നുള്ളത് മാത്രം സമന്വയത്തിലൂടെ തീരുമാനിക്കണം, അല്ലെങ്കിൽ ചർച്ചകളിലൂടെ തീരുമാനിക്കണം. അങ്ങനെ എല്ലാ പാർട്ടിക്കാരുടെയും വാതുറപ്പിക്കാൻ, എയിംസ് വേണം എന്നുള്ള ആവശ്യം കേരള ജനതയ്ക്ക് മുന്നിൽ ഉന്നയിപ്പിക്കാൻ ഈ സുരേഷ് ഗോപിക്ക് തന്നെയാണ് സാധിച്ചത്. അപ്പോ ഏതായാലും ഇനി എയിംസ് വരും എന്നുറപ്പായി. പക്ഷേ അത് എവിടെ എന്നുള്ളത് മാത്രമാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്.